Hey, hello, welcome to Helmet Tales. എൻ്റെ പേര് അമർ എൻ്റെ പേര് നിതിൻ. ആൻഡ് വെൽക്കം ടു എപ്പിസോഡ് 7. 7 കറക്റ്റായിട്ട് പറഞ്ഞു. യെസ്, ഞാനത് മനസ്സിൽ വന്നപ്പോൾ പോലെ വന്നു. അല്ല അവര് മറ്റേ മനസ്സിൽ ഇങ്ങനെ ഇട്ട് പ്ലേ ചെയ്തോണ്ടിരിക്കുകയാണ്. 6 അല്ല 7. ഓ എൻ്റെ മനസ്സിൻ്റെ ഒരു സൈഡിൽ നിന്ന് പറയുന്നുണ്ട് 6 എന്ന് പറ. ഞാൻ അവിടെ നിന്ന് പരിങ്ങിയായിരുന്നു 7 മുന്നേ. അപ്പം ഇന്നെന്താ സംസാരിക്കാൻ പോകുന്നത്? മോട്ടോ ജി ബി, ഓഫ് കോഴ്സ്. ഹാർട്ട് ബ്രേക്കിംഗ് സിൽവർസ്റ്റോൺ ജി പി. സിൽവർസ്റ്റൺ സ്റ്റാലൻ അല്ല, സിൽവർസ്റ്റോൺ ജി പി. സിൽവർസ്റ്റോൺ ജി പിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം? എന്താ? അല്ല, അറിയാവുന്ന ഞാൻ ചോദിച്ചാൽ എനിക്കറിയത്തില്ലേ, എന്തെങ്കിലും പ്രത്യേകത കാണുമല്ലോ. സിൽവർസ്റ്റോൺ ജി പി നല്ലൊരു ജി പി ആണ്. നല്ലൊരു ഇതാണ്, മികച്ച ഒരു ജി പിയുടെ ആക്ച്വലി ഒരു മികച്ച ജി പി ആയിരുന്നു. ഇതുവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ഡ്രമാറ്റിക് റേസ്. ഭയങ്കര ഡ്രമാറ്റിക്, ഫുൾ ഓഫ് ഡ്രാമ, ഹാർട്ട് ബ്രേക്സ്. ഈ സീസണിലെ മോട്ടോ ജി പി കൊള്ളാം കേട്ടോ. എന്നും പറയാൻ പറ്റില്ല, സീരിയൽ പോലെ. അറ്റ്ലീസ്റ്റ് ഇപ്പൊ എല്ലാരും പറയുന്നത് നിർത്തിക്കാണ്, ഡുക്കാറ്റി ജി പി എന്ന് വിളിക്കുന്ന പറയുന്നത് നിർത്തിക്കാണ്. അത് മാറി, കഴിഞ്ഞ 2 റേസ് ആയിട്ട് അത് മാറി. പ്രാക്ടീസ് തൊട്ട് ഭയങ്കര ഡ്രാമയായിരുന്നു. മാർക്കസ് ഇറങ്ങുന്നു, വിഴുതു. ശരിയാ, കാരണം ഭയങ്കര വിൻഡിയാണ് ആ ട്രാക്ക് അല്ലേ. അപ്പോൾ ടയേഴ്സ് പെട്ടെന്ന് ഹീറ്റ് ആവത്തില്ല എന്നാണ് കേട്ടെ. പ്രാക്ടീസ് തന്നെ ഏറ്റവും കിടിലൻ സംഭവം ആദ്യത്തെ ടോപ്പ് 10 3 യമഹ. കഴിഞ്ഞ റേസ് തൊട്ട് യമഹ ഇപ്പൊ ഫ്രണ്ട് വന്നു തുടങ്ങി. കാണാൻ നല്ലൊരു സന്തോഷമുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അത് അവര് പുതിയ എയറോ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അതിന്റെ ഇത്തവണ ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്ത പാർട്സ് പക്ഷെ കാർബൺ ഫൈബർ അല്ല, ഇച്ചിരി വെയിറ്റ് കൂടിയ പാർട്സ് ആയിരുന്നു. പക്ഷെ ഫാബിയോ പറഞ്ഞത് അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ജാക്ക് മില്ലറും ഫാബിയോയും അപ്ഡേറ്റഡ് എയറോ ആണ് യൂസ് ചെയ്തത്. അലക്സ് റിൻസ് പഴയതാണ് യൂസ് ചെയ്തത്. എനിക്ക് പഴയതാ ഇഷ്ടം. പഴയതിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് പടി, അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ ഇൻ മില്ലർ വി ട്രസ്റ്റ്. പ്രാക്ടീസ് ക്വാളിഫയിങ് ഓൾസോ. ക്വാളിഫയിങ് ഈ ഇടയായിട്ട് ഫാബിയോടെ മെയിൻ ഇവന്റാ എന്ന് വെച്ചാൽ പുള്ളി റേസ് ഒക്കെ മറക്കും. ക്വാളിഫയിങ്ങിൽ ഫുൾ ഫോക്കസ്. അല്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ബിക്കോസ് ക്വാളിഫയിങ്ങിൽ ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ഒക്കെ ഇട്ടാണ് യമഹ ഇറങ്ങുന്നത്. നല്ല ഗ്രിപ്പുണ്ട്, പുള്ളി പുഷ് ചെയ്യുന്നുണ്ട്. റേസിലും ആദ്യത്തെ കുറച്ച് ലാപ്സ് പുള്ളി നന്നായിട്ട് പുഷ് ചെയ്യും, നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഒരു കുറച്ച് കഴിഞ്ഞ ടയേഴ്സൊക്കെ യൂസ്ഡ് ആകുമ്പോഴത്തേക്കും അവരുടെ ഗ്രിപ്പ് ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്ന് ഇനി അത്. പക്ഷേ ഇത് നോക്കുമ്പോഴത്തേക്കും ലുക്സ് ലൈക്ക് യമഹയും ഹോണ്ടയും going in the right direction. അത് ശരിയാ. Out of nowhere Sarko is performing really good. സാർക്കോ പെർഫോം ചെയ്യുന്നത് കാരണം ഫാക്ടറി കൊണ്ട് അവർക്കാണെങ്കിൽ നാണക്കേടായിരിക്കും. എല്ലാ ദിവസവും എന്റെ മുഖം കാണുമല്ലോ. ഹോണ്ടയ്ക്കാണ് ഇപ്പം സാർക്കോ ഇഷ്ടം. അത് സബ് ഇതായിട്ട് LCR എന്ന് പറഞ്ഞ വേറെ ഹോണ്ടയാ. അപ്പം സാർക്കോയാണ് സാറ്റലൈറ്റ് ടീമാണ്. ക്വാളിഫയേഴ്സ് ആസ് യൂഷ്വൽ third consecutive podium for Fabio Quartararo. അതും ലാപ്പ് റെക്കോർഡ് ബീറ്റ് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ. എല്ലാ പ്രാവശ്യം പുള്ളി ഇത് തന്നെ വരിക ലാപ്പ് റെക്കോർഡ്. വേറെ കാര്യമുണ്ട്, ഫ്യൂവൽ കുറവാണ് യൂസ് ചെയ്യുന്നത്. അപ്പം വേറെ ലൈൻസും യമഹ കുറച്ച് ഡിഫറെന്റ് ലൈൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. യമഹ ഫ്ലോ ചെയ്തു പോകുന്ന ലൈൻ, പക്ഷെ അത് ലൈക്ക് റേസിലും എല്ലാത്തിലും ഡിഫറെന്റ്. ഡുക്കാറ്റി ഇങ്ങനെയാണ് വി ഷേപ്പിൽ, ഒരു ദേഹം വഴങ്ങാത്ത ആളെ പോലെ ഇങ്ങനെ. സെക്കൻഡ് അലക്സ് മാർക്കസ്, തേർഡ് ബന്യായ. മാർക്കസിന്റെ വേഴ്സ് ക്വാളിഫയിങ് ആണ്. ലാസ്റ്റ് ഒരു പുഷ് നടത്തി, പക്ഷെ പകുതി വെച്ച് പോയി, കയ്യിൽ പോയി. പതിപോലെ ഫ്രാങ്കോ മോർബിഡിലി ക്വാളിഫയിങ്ങില് ഫ്ലൈയിങ് ലാപ്പ് വീണ്ടും. ഫ്രാങ്കോ മോർബിഡിൽ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ റോഡിലൊക്കെ നിർത്തി ചില്ല് ചെയ്യും ബൈക്ക് വെച്ചിട്ടില്ല. ക്വാളിഫൈ ചെയ്യുമ്പോ പുള്ളി അവനെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, അവന്റെ ഫ്ലൈയിങ് ലാപ്പ് ഇപ്പൊ തളക്കളെ. അവന് നല്ല സ്പീഡുണ്ട്, ഒരു കാര്യം ചെയ്ത് സൈഡിൽ മാറി നിന്നേക്കാം. അല്ലല്ല, നടുക്കരുത്, സൈഡിൽ മാറിക്കത്തില്ല, റേസ് ലൈനിലൊക്കെ നിന്ന് കളയും. ഇങ്ങനെ ഇനി നീ പോകുന്ന എനിക്കത് കാണണം. ലെറ്റ്സ് പ്ലേ സൈക്കിൾ സ്ലോ റേസ് ഒക്കെ. അങ്ങനെ പുള്ളിക്ക് വീണ്ടും വാണി കിട്ടി. 3 പ്ലേസ് പെനാൽറ്റി. പക്ഷെ ഓവറോൾ അയാളെ പറ്റി പറഞ്ഞു തരാം. ആക്ച്വലി ക്വാളിഫയിങ് ഓൾസോ അത്യാവശ്യം സംഭവ ബഹുലമായിരുന്നു. ഫാബിയോ ലാസ്റ്റ് മിനിറ്റില്, ഫാബിയോയുടെ ക്വാളിഫയിങ് ഞാൻ പറഞ്ഞില്ലേ, മെയിൻ ഇവന്റ് ഫാബിയോടെ ഇപ്പൊ ക്വാളിഫയിങ് തകർക്കും, അങ്ങ് പൊളിക്കും. 15 മിനിറ്റ്സിനകത്ത് നമുക്ക് എത്ര ലാപ്സ്? അതെ, അതാണ് ക്വാളിഫയിങ്.
ഇപ്പം മാർക്കസ് ഫോർത്ത് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് അന്ന് ആദ്യമായിട്ടാണ് തോന്നുന്നു സെക്കൻഡ് റോയിൽ മാർക്കസ് വരുന്നില്ല. ഈ സീസണിൽ വേഴ്സ്റ്റ് ക്വാളിഫൈങ് സീസൺ. പെക്കോയ്ക്ക് ഭയങ്കര ഹാപ്പി. യെസ്, അവസാനം ഞാൻ അവന് എന്റെ കരുത്ത് ഞാൻ തെളിയിച്ചു. കരുത്ത് പിന്നീട് അങ്ങോട്ട് തെളിഞ്ഞായിരുന്നു. സ്പ്രിന്റിൽ എന്തോ വീണു. അങ്ങനെ വീണ് അങ്ങനൊന്നും ഇല്ലല്ലോ, എങ്ങനെയും അങ്ങ് വീഴുക. അല്ല സ്പ്രിന്റിലും വീണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അവരുടെ ടീമിന് പോലും വേണ്ട. അങ്ങനല്ല, അങ്ങനെ പറയരുത്, പാവമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, അതാണ്. അല്ല ഡുക്കാറ്റി സ്പ്രിന്റില് ഈവൻ മാർക്കസിന് പോലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മാർക്കസ് അത് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞായിരുന്നു, ലൈക്ക് ദ പ്രോബ്ലം ഈസ് മീ. 5-6 സെറ്റിങ് നമ്മൾ പ്രാക്ടീസിൽ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് വർക്ക് ചെയ്യാത്തതെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പം എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. സാധാരണ മാർക്കസ് എന്താണ്, ഇതാണ് വണ്ടി, ഇതാണ് നീ ഓടിക്കേണ്ട സാധനം, ഇത് നീ ഓടിക്കണം, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ശരി, പുള്ളി കിട്ടുന്ന വണ്ടി അങ്ങ് ഓടിക്കും പുള്ളി. പിന്നെ കൂടുതൽ ഓപ്ഷൻസ് ഒന്നും കൊടുക്കരുത്. പക്ഷെ ബെഗ്നായ ആയിരുന്ന ഫുൾ ഫൈൻ ട്യൂൺ ചെയ്ത് ബൈക്ക് അവൻ്റെ ഇതിന് ഇങ്ങനെ മറ്റേ ഫ്രണ്ട് കാർബറേറ്റർ ഒക്കെ ഇങ്ങനെ ട്യൂൺ ചെയ്ത് സൗണ്ട് ചെയ്ത് ട്യൂൺ ചെയ്യുന്ന ട്യൂൺ ചെയ്യണം. ഇത്തവണ മെഗ്നാൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം വരെ ഓർഹെ മാർട്ടിൻ്റെ ഡേറ്റയ്ക്ക് ആക്സസ് ഉണ്ടായിരുന്നു. ആൻഡ് അവരുടെ റൈഡിങ് സ്റ്റൈൽസ് ഇച്ചിരി സിമിലർ ആണ്. അവർ ഓൾമോസ്റ്റ് സിമിലർ ലെവൽ ഓഫ് സ്കില്ലുമാണ് ഓടിക്കുന്നത്. അപ്പം പുള്ളി സാറ്റർഡേ മാർട്ടിൻ എങ്ങനെ ഓടിച്ചു നോക്കിയിട്ട് ആണ് പുള്ളി നന്നായിട്ട് ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് ഡേറ്റ ഒക്കെ നോക്കി പുള്ളി മറ്റേ ക്ലാസ്സിലെ പഠിപ്പിയാണ്. അങ്ങനെയാണ് കഴിഞ്ഞ ഭയങ്കര സ്മൂത്തും കാര്യങ്ങളൊക്കെ പുള്ളി എല്ലാം മറ്റേ പഠിച്ചിട്ട് പുള്ളിയുടെ ഭയങ്കര ഇതാ എല്ലാം ഒരു കാണുമ്പോൾ ഭയങ്കര ബോറിംഗ്. പുള്ളി ഓടിക്കുന്നതാണ് എല്ലാം വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാർക്കില്ല. എന്റെ ഈ ബുക്ക് ഇവിടെ തന്നെ ഇരിക്കണം എന്നൊക്കെ. ഇപ്രാവശ്യം ബോറി എല്ലാം കഴിഞ്ഞു എവിടെ അവ വെക്കുന്നിടത്ത് എനിക്ക് ബുക്ക് വയ്ക്കാൻ പറ്റുന്നില്ല. മാർക്കസിന്റെ ഡേറ്റ ആക്സസ് ഉണ്ട്, പക്ഷെ നോക്കുമ്പോഴത്തേക്ക് മാർക്കസ് ഓടിക്കുന്നവരെ ഓടിക്കാൻ പറ്റും. മാർക്കസിന് പോലും പിടികിട്ടിട്ടില്ല. അലക്സ് മാർക്കസ് അന്നെ നോക്ക് സ്പ്രിന്റിലോട്ട് വരാം. സ്പ്രിന്റിലല്ല, നമുക്ക് പ്രമാക്കിലോട്ട് അല്ല ഗ്രഷീനിലോട്ട്. അലക്സ് മാർക്കസ് ആദ്യമായിട്ട് ഫസ്റ്റ് അടിച്ചു. ഫസ്റ്റ് ആദ്യമായിട്ടാണോ സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കസ് ട്രാക്കിലുള്ളപ്പോ ഫസ്റ്റ് ടൈം ഫസ്റ്റ് അടിക്കുന്നത്. ഇതിന് പിന്നെ മാർക്കസിന്റെ സ്പ്രിന്റ് ടയർ ഭയങ്കര ഷോക്കായിരുന്നു. മീൻസ് ഡുക്കാറ്റിയുടെ ഉള്ള പ്രോബ്ലം ആണെന്ന് എനിക്കറിയില്ല. സെക്കൻഡ് എത്തി, ഇനിഷ്യലി ലീഡ് ചെയ്തായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കോർണർ ഓവർഷൂട്ട് ചെയ്ത് പുറത്തു പോയി. അതിനുശേഷം അലക്സ് മാർക്കസ് ഫ്രണ്ടിൽ കയറി. മൂന്നാമത് ടോണിക്ക് മൂന്നാമത് വന്നു. ബനിയായ ഇങ്ങനെ തോപ്പിച്ചു, പക്ഷേ ബനിയ ക്രാഷ് ആയില്ല. ബനിയായ തോപ്പിച്ച് കുറേ ആൾക്കാർ ഇങ്ങനെ പോയി. പക്ഷെ അലക്സ് അല്ല, ഈ സീസൺ ഈ വീക്കെൻഡ് തുടങ്ങുന്നതിന് മുന്നേ മാർക്കസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലക്സിന്റെ വൺ ഓഫ് ദ സ്ട്രോങ് ആയിട്ടുള്ള ട്രാക്കാണ് അത്. ഒരു കാരണം എന്താണെന്നറിയാം, കാൾ ക്ലച്ച്ക്ലോ ഇല്ലേ, അങ്ങനെ പഴയ യമഹയുടെ ടെസ്റ്റ് റൈഡർ, ആ പുള്ളി പറഞ്ഞു മാർക്കസിന്റെ ഡേറ്റ നോക്കുമ്പോൾ കാണാം മാർക്കസിന്റെ ലെഫ്റ്റ് കോർണേഴ്സ് ഭയങ്കര സ്ട്രോങ് ആണ്, പക്ഷെ മാർക്കസിന്റെ റൈറ്റ് ഫാസ്റ്റ് കോർണേഴ്സ് അത് കമ്പാരിറ്റീവ്ലി കുറച്ച് വീക്കാ അത്രേ. അങ്ങ് അയാൾ പറഞ്ഞിരുന്നു ഇത് കുറെ റൈറ്റ് കോർണേഴ്സ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ മാർക്കസ് തിരിച്ച് റിപ്ലൈ പറഞ്ഞായിരുന്നു അതിന്, ഖത്തർ ഞാനായിരുന്നു ജയിച്ചേട്ടോ, അവിടെ കൂടുതൽ റൈറ്റ് ഫാസ്റ്റ് കോർണേഴ്സ് ഉണ്ട്. പക്ഷെ അലക്സ് മാർക്കസ് പറഞ്ഞ പോലെ തന്നെ അലക്സ് മാർക്കസിന്റെ ആയിരുന്നു സ്പ്രിന്റ് കിഡുമായിട്ട് പെർഫോം ചെയ്തു. സ്പ്രിന്റിൽ കാണാൻ ഏറ്റവും പെയിൻഫുൾ ഫാബിയോനായിരുന്നു. ഓരോരുത്തരും ഫാബിയോ ആക്ച്വലി ഒരു കാര്യം ശ്രദ്ധിച്ചോ, റേസിലും സ്പ്രിന്റിലും ഫാബിയോയും ബാനിയയുടെയും അവസ്ഥ ഏതാണ്ടൊക്കെ സെയിം ആയിരുന്നു. പക്ഷേ കാരണം പക്ഷെ ഔട്ട്റൈറ്റ് പവർ ഇല്ലാത്തോണ്ടുള്ള കോർണർ എൻട്രി ഇപ്പം കിഡിലോട് നല്ല രീതിയിൽ ഡുക്കാറ്റിക്ക് ഇപ്പൊ ഇല്ലാത്തൊരു സാധനം അതാണ്. അത് മാർക്കസ് ഓടിക്കുന്നുള്ളതുകൊണ്ട് മാത്രം GP25 പോകുന്നു. ഉള്ളതിൽ ഏറ്റവും കിടിലം ബൈക്ക് GP24 ആണ്. GP25 അത്ര ഇത് വരുന്നില്ല. ബാനിയോട് എപ്പോഴും ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ പറയാ 24 ഓടിക്കാനായിരുന്നു എനിക്ക് ഇഷ്ടം, പിന്നെ പറ്റില്ലല്ലോ ഈ പ്രാവശ്യം പറഞ്ഞത്. അതുകൊണ്ട് അലക്സ് മാർക്കസ് നന്നായിട്ട് ഓടിക്കുന്നു 24 ബൈക്ക്, പക്ഷെ എനിക്ക് കിട്ടില്ലല്ലോ ഇനിയിപ്പോ. ഔട്ട് ഓഫ് കോർണർ എക്സിറ്റ് ഡ്രൈവ്, പിന്നെ ടോപ്പ് സ്പീഡിന്റെ ലാക്കിങ്, ആക്സലറേഷൻ ലാക്കിങ്, ഇതെല്ലാം ഫാബിയോന്റെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്ന കാണാൻ ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. കാരണം പുള്ളി നല്ല രീതിക്ക് ഓടിച്ചു, മാക്സിമം ഫൈറ്റ് ചെയ്തു പുള്ളി, എന്നിട്ടും 7th എങ്ങാണ്ടാണ് ഫിനിഷ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്താ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കയറി പോകുന്നുണ്ട്.
അപ്പം സ്പ്രിന്റ് ഫസ്റ്റ് വന്നത് അലക്സ് മാർക്കസ് ആണ്. അലക്സ് മാർക്കസ് കിഡുമായിട്ട് ഒഴിച്ചു. കാരണം മാർക്കസിന് ലാസ്റ്റ് 2 ലാപ്പൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഗ്യാപ്പായി. കാരണം മാർക്കസിന്റെ ടയർ പോയി, മാർക്കിന്റെ. കാരണം റേസിന് ശേഷം കാണിച്ചായിരുന്നു, ഭയങ്കര വോബ്ലിംഗ് ഒക്കെ ആയിരുന്നു. അതിന് ശേഷം വിട്ടു. സെക്കൻഡ് പിന്നെ ജിൻ ആന്റോണിയോ പോയി, തേർഡ് വന്നു. വാനിയായ പറഞ്ഞു, ഞാൻ മറ്റേ മോട്ടോ2 ഓടിക്കുന്ന പോലെ ആയിരുന്നു എൻ്റെ അവസ്ഥ. സാർക്കോ ഒക്കെ സൈഡിൽ കൂടെ പുട്ടുപോലെ പോകുന്നു. സാർക്കോ എന്ന് പോക്ക് ഔട്ട് ഓഫ് നോവെയർ ഇപ്പം 5th ആണ് പുള്ളി സ്റ്റാൻഡിങ്ങിൽ. അതായിരുന്നു സ്പ്രിന്റ്. പിന്നെ റേസിലോട്ട് വന്നു. റേസ് വാസ് വെരി ഡ്രാമാറ്റിക്. റേസിന്റെ ഏറ്റവും വലിയ ഇതെന്താണെന്ന് അറിയാം, സാധാരണ അലക്സ് മാർക്കസിനോടൊക്കെ ചോദിക്കുക, സ്പ്രിന്റ് ജയിച്ചതിന് ശേഷം ചോദിച്ചു അലക്സ് മാർക്കസിനോട്, ആരാണ് റേസ് ജയിക്കാൻ പോകുന്നത്, നിങ്ങൾക്കാണ് പോസിബിലിറ്റി. അതേ ഞാൻ തന്നെ ഇപ്രാവശ്യം ജയിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് പുള്ളി പറഞ്ഞു. അല്ലാത്തപ്പോൾ എപ്പോഴും പറയും മാർക്കായിരിക്കും, മാർക്ക് ഇത് വരും. ഇപ്രാവശ്യം പുള്ളി സമ്മതിച്ചായിരുന്നു, ഹോപ്പ്ഫുള്ളി ഡബിൾ വിക്ടറി എന്ന് പറഞ്ഞു. റേസ് തുടങ്ങിയപ്പം നല്ല രസമായിരുന്നു. കാരണം കിഡിലം സ്റ്റാർട്ടായിരുന്നു അലക്സ് മാർക്കസിന്റെ. സ്റ്റാർട്ട് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് നേരെ പോകുന്നത് കണ്ട് കോർണറില് ലീൻ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് കോർണറിൽ മുന്നേ, കാരണം കോൾ ടയറായിരുന്നു. ഫാബിയോ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും നോക്കും, ഓക്കെ നിങ്ങൾ എല്ലാവരും ഫ്രണ്ട് പൊക്കോളൂ, വാം അപ്പ് ലാപ്പിൽ ബാക്കിൽ വന്നിടാം. കാരണം ബാക്കിൽ ലാസ്റ്റ് വന്ന് നിൽക്കുമ്പോഴത്തേക്കും വന്ന് നിന്നോടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ടയറിന് ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ പറ്റും. ആദ്യമേ പോയിട്ട് വന്ന് നിന്ന് കഴിഞ്ഞാൽ ടയർ ഇത്തിരി, അതുകൊണ്ടാണ് അവനിപ്പോൾ എല്ലാ റേസും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവന് ഫസ്റ്റ് കോർണറിൽ മാക്സിമം പുഷ് ചെയ്ത് ഗ്രിപ്പ് കിട്ടും, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല വണ്ടി കൊണ്ട്. ഇത് മാർക്കസിന് അറിയത്തില്ലേ, പുള്ളി അത് ചെയ്യേണ്ടതാണല്ലോ. ഇത് അതിന്റെ ആവശ്യമില്ല, നീ എവിടം വരെ പോവാൻ, നീ 2 ലാപ്പ് ഓടിച്ചോളാം. അതെ, നിനക്കൊരു കോൺഫിഡൻസ് വന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തില്ല, അല്ലെങ്കിൽ ബോറടിക്കുന്നതൊക്കെ. അതെ, അതാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ ടാക്ടിക് എന്ന് വെച്ചാൽ വാമപ്പ് ലാപ്പ് ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്ത് വന്ന് നിന്നിട്ട് പോവാ. എന്നിട്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഫസ്റ്റ് ലാപ്പിലെ ഫസ്റ്റ് കോർണറിൽ ലീൻ ആയപ്പോൾ തന്നെ ക്രാഷ് ആയി പോയി. പുള്ളിയാണ് ആ റേസ് ജയിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നത്. എല്ലാവരും പ്രഡിക്ഷൻ പുള്ളി ജയിക്കുമെന്നായിരുന്നു. അപ്പോൾ പുള്ളി പോയല്ലോ. ആ ഗ്യാപ്പിൽ മാർക്ക് കയറി. ഇന്നലെ അലക്സ് മാർക്കസ് ഒരു ലോട്ടറി എടുത്തിരുന്നെങ്കിൽ 100% ഷുവർ. ഇതുപോലെ ലക്കുള്ള 2 ആൾക്കാർ. അതെ അതെ, അത് കമന്ററിയിലും പറഞ്ഞു, ഇന്നാണ് അലക്സ് മാർക്കസും ലോട്ടറി എടുക്കേണ്ട ദിവസം. റൂള് പ്രകാരം ആദ്യത്തെ 3 ലാപ്പില് റെഡ് ഫ്ലാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസ്റ്റാർട്ടാണ്. അതിന് മുന്നേ വീണ എല്ലാവർക്കും വന്ന് റീജോയിൻ ചെയ്യാൻ പറ്റും. അതിന് ദൈവദൂതനായിട്ട് എസ്പർഗാരോയും വേറെ ആരാളായിരുന്നു, മോർബിഡേലിയും കൂടെ പോയി ക്രാഷായിട്ട് ട്രാക്കി ഫുള്ള് ഓയിലും ഒക്കെ. അലേഷ് എസ്പർഗോവിന്റെ വണ്ടീന് ഓയില് ആ കറക്റ്റ് റെഡ് ഫ്ലാഗ് വീശുന്നതിന് കുറച്ച് മുന്നേ വേറൊരു കോർണറിൽ പോയി മാർക്കസ് വീണു. വീശി കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു വീണ. വീശി കഴിയുകയും ആ റെഡ് ഫ്ലാഗ് അവർ ക്രാഷായിട്ട് ഓയിൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് റെഡ് ഫ്ലാഗ് ചെയ്യുന്നവര്. ആ ഒരു ഗ്യാപ്പിൽ മാർക്കസ് വീണ് കിട്ടുമായിരുന്നു കേട്ടോ. വണ്ടിയും പുള്ളിയും കൂടെ പോയിട്ട് വണ്ടി കൂടെ ഒറ്റ പീസായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഈ സൈഡിൽ ഇങ്ങനെ ബാരിയേഴ്സ് വെച്ചിട്ടുണ്ട്, മറ്റേ ഇങ്ങനെ ഇടിച്ചൊക്കെ മാറ്റുന്നു താഴെ കിടന്ന് അങ്ങനെ. എന്നിട്ട് പക്ഷെ പുള്ളി ഒരുവിധ സാധനം എടുത്ത് സ്റ്റാർട്ടാക്കി ഓടിച്ച് പിറ്റി കയറി. അതേപോലെ തന്നെ റേസ് റീസ്റ്റാർട്ട് ചെയ്തു. പക്ഷെ പേടിയായി, അലക്സ് മാർക്കസിന് നല്ല പേടിയായി രണ്ടാമത്തെ റേസ്. രണ്ടാമത്തെ റേസിലും ആക്ച്വലി അലക്സ് മാർക്കസിന് നല്ല സ്റ്റാർട്ടായിരുന്നു, കിഡിലം സ്റ്റാർട്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ റേസിൽ ആദ്യം ബെഗ്നാ കയറി. ഓക്കെ ആക്ച്വലി ബെഗ്നായിരുന്നു ഓടിച്ചോണ്ട്, മീൻസ് ഫ്രണ്ടിലായിരുന്നു. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, ഈ ഒരു റെഡ് ഫ്ലാഗ് ചെയ്തതിന് ശേഷം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ടയറിന്റെ പ്രഷർ, മീൻസ് ഇത് ഹീറ്റ് ആവാത്ത കാരണമായിരുന്നു ഈ ക്രാഷസ് ആയത്. അത് കാരണത്തേക്ക് യമഹ പോയിട്ട് എപ്രിലിയ, സാർക്കോ ഇവരെല്ലാരും സോഫ്റ്റ് ടയർ ആക്കി, ഫ്രണ്ട് ടയർ സോഫ്റ്റ്. അപ്പം മിഷലിന്റെ മോട്ടോർ സ്പോർട്സ് മാനേജർ പറഞ്ഞു, ഇത് അൺടെസ്റ്റഡ് ടയർ ആണ്, ഫുൾ റേസ് ഡിസ്റ്റൻസ് നിൽക്കുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവര് മാത്രമേ സോഫ്റ്റ്. പക്ഷേ കാരണം ഫാബിയോയുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ എഴുതി വെച്ചാൽ പുഷ് എന്നായിരുന്നു. പുഷ് അത് കാണിച്ചായിരുന്നു, പുഷ് എന്ന് എഴുതി വെച്ചായിരുന്നു. അപ്പൊ പുള്ളി എത്ര നാളായി പുള്ളീനെ ഇങ്ങനെ 4 സെക്കൻഡ് ലീഡ് കണ്ടിട്ട്, പുള്ളി എന്റെ ഡ്രീം റണ്ണായിരുന്നു. എന്ന് വെച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പുള്ളിയുടെ. എന്നിട്ട് അതിന്റെ ഇടയിലാണ് ജാക്ക് മില്ലർ കയറി ബാക്കി എല്ലാവർക്കും ബ്ലോക്കും കൊടുത്തു. ജാക്ക് മില്ലർ ഒരു സമയത്ത് സെക്കൻഡ് മില്ലറും ടയറും ഒരുമിച്ച് പോകത്തില്ല, അവര് തമ്മിൽ എപ്പോഴും ഇതാ. ഇല്ല പക്ഷെ ആലോചിച്ച് നോക്ക്, പ്രമാക് സാറ്റലൈറ്റ് ടീമില് ശരിയാണ്, പുള്ളി അടിപൊളിയായിരുന്നു. അലക്സ് മാർക്കസിനെയും കാട്ടിലും ഇപ്പൊ ഫാക്ടറി സീറ്റില് എന്ന് വെച്ചാൽ മില്ലർ റേസ് ഫിനിഷ് ചെയ്തില്ല, പക്ഷെ അടിപൊളി പെർഫോമൻസ് ആണ്.
അറ്റ്ലീസ്റ്റ് വണ്ടി കേപ്പബിൾ ആണെന്ന് മില്ലർ കാണിച്ചു തരും. റിൻസിന് അതുപോലും പറ്റില്ല. എല്ലാരും പറയുന്നത് യു നീഡ് ടു ഫിനിഷ് എ റേസ് ഇൻ ഓർഡർ ടു വിൻ എ റേസ്. പക്ഷെ ജാക്ക് മില്ലർ കേസിൽ അതല്ല. പക്ഷെ വണ്ടി ഓടിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഭയങ്കര ത്രില്ഡായിരുന്നു ഫാബിയോ ഓടിക്കുന്ന കാണുന്നത്. എനിക്കാണെങ്കിൽ ഫാബിയോ എന്നിട്ട് ആ റൈഡ് ഹൈറ്റ് ഡിവൈസിന്റെ ഇഷ്യൂ കാരണം പുള്ളി കൈ പൊക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്ത്. അപ്പൊ എനിക്കാണെങ്കിൽ ദേഷ്യവും വിഷമൊക്കെ വന്നിട്ട് ഞാനാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണം. എനിക്കാണെങ്കിൽ മടുത്തു റേസ് കാണുന്നത്. പക്ഷെ ഓവറോൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അവർക്കൊരു 2022 ശേഷം ആദ്യമായിട്ട് ജയിക്കേണ്ട ഒരു റേസ് ആയിരുന്നു. ശരിയാ, ഫാബി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, സൈഡിലൊക്കെ ആയിരുന്നു. ഒന്നാമത് ഫാബി കുറച്ച് ആരാണെങ്കിലും കണ്ടുകൊടുത്ത ഞാൻ വരെ കരഞ്ഞു. അപ്പോഴും ഫാബിയോ കുറച്ച് ഇമോഷണൽ ആണ്. അങ്ങനെ ഫാബിയോ കുറെ കരഞ്ഞു. ഫാബിയോയുടെ ഫ്രണ്ട് വന്നിട്ട് ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് അവനെ കുറെ ആശ്വസിപ്പിച്ചു. ഈവൻ ലിൻ ജാർവിസ് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. പുള്ളിയും വന്ന് എന്ന് വെച്ചാൽ അവർക്ക് ഇത്രയും നാളായിട്ട് റിലയബിലിറ്റിയിൽ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. ഫാബിയെ കുറിച്ച് പറയാൻ നേരം എടാ നീ ആലോചിച്ചോ, അതല്ലേ സിരകളിലൂടെ ഓടുന്ന വേറൊന്നും കൊണ്ടല്ല, ആ യമഹ വെച്ചിട്ട് ഇങ്ങനെ ഓടിക്കുന്നെങ്കില് പുള്ളി ഏത് ലെവലിലുള്ള റൈഡർ ആയിരിക്കണം. അടിപൊളിയാണ്. ഓഫ് കോഴ്സ് വേൾഡ് ചാമ്പ്യൻ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ റൈഡിങ് സ്റ്റൈൽ കാണാൻ. നല്ല രസമാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കിഡിലോട് പുള്ളി അഗ്രസീവ് ആണെന്ന് ചോദിച്ചാൽ അഗ്രസീവ് ആണ്, സ്മൂത്ത് ആണെന്ന് ചോദിച്ചാൽ സ്മൂത്ത് ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് പുള്ളിയെ ബൈക്ക് ഓടിക്കുമ്പോൾ. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത് പുള്ളി വളരെ മറ്റേ ആർട്ട് എന്നൊക്കെ പറയത്തില്ല, അതുപോലാണ് പുള്ളി. പുള്ളി ഭയങ്കര എന്ന് വെച്ചാൽ ഇപ്പം മാർക്കസ് വരെ പറയുന്നത് ഫാബിയോ ആണ് പുള്ളിന്റെ താഴെ നിൽക്കുന്നവര്. പുള്ളിയുടെ താഴെ നിൽക്കുന്നതേ ഉള്ളൂ, പുള്ളി കൂടെ നിൽക്കുന്നത് ഒരിക്കലും പറയില്ല. പക്ഷെ ഈക്വൽ ബൈക്സിൽ വിട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു അടിപൊളി സീസൺ കാണാൻ പറ്റുന്ന രണ്ട് റൈഡേഴ്സ് എവരായിരിക്കും. അതൊന്ന്. അപ്പം യമഹ ഓവറോൾ നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ ഫാബിയോക്ക് ഔട്ട് ഓഫ് നോവെയർ ഹോണ്ട വേറെ ഒരുത്തിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അത് പറയാം, അത് ലാസ്റ്റ് പറയണ്ട. ഹോണ്ട ഞാൻ പറഞ്ഞില്ലേ, സാർക്കോ ഫാക്ടറി ടീമിനെ ഡെയിലി, ഫാക്ടറി റൈഡേഴ്സിനെ ഡെയിലി നാണം കെടുത്തു. അവരെന്തേന്ന് അവരെയൊക്കെ കാണാൻ പോലില്ല. അത് മാത്രല്ല ലൂക്കാവറിക്ക് ടയർ പ്രഷർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. എന്തൊരു കഷ്ടമാണ്. ഒന്നാമതേ എങ്ങുമില്ല എന്റെ കൂടെ. മറ്റേ എന്താ പറയാത്ത ജനിച്ചപ്പോഴേ ദുർബലന്തോ അങ്ങനെ പറയുമല്ലോ സാർ. ലാസ്റ്റ് വന്നാലും ടയർ പ്രഷറിന് പ്രശ്നമുണ്ടോ? ഇതിലും താഴെ പോകാൻ പറ്റില്ല. നിനക്ക് അടുത്ത റേസിൽ പെനാൽറ്റി കിട്ടും. സാർക്കോ അലേഷ്യസ് സ്പാർക്കോന്റെ ഇത് വർക്ക് ആവുന്നെന്ന് തോന്നുന്നു. പക്ഷെ ആക്ച്വലി ഫാക്ടറി ടീം അത്യാവശ്യം കുഴപ്പമില്ല, പണ്ടത്തേനെ വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് അവര് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അയ്യോ, ജോൺ മെറിനെ എനിക്ക് കഴിഞ്ഞ സീസൺ ഓർമ്മയുണ്ട്. ജോൺ മെറി വരിക വീഴ പുഷ് ചെയ്ത് അപ്പം വീഴുക, വണ്ടി പുഷ് ചെയ്ത ആ വീഴ്. അങ്ങനെ ആയിരുന്നു. ഇപ്പൊ പിന്നെ അറ്റ്ലീസ്റ്റ് ഫിനിഷ് ചെയ്യുന്നുണ്ട്. സാർക്കോ ഇപ്പം വേൾഡ് സ്റ്റാൻഡിംഗിൽ 5th ആണ്. സാർക്കോ അടിപൊളി. മോർബിഡലി മോർബിയെ പറ്റി പറയാം, അത് ഡുക്കാറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് പറയാം മോർബിയെ പറ്റി. സാർക്കോ എനിക്ക് തോന്നുന്നു ഫാക്ടറിയിൽ സത്യത്തിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സാർക്കോയ്ക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ലൂക്കാമെറിനെ എനിക്ക് വലിയ പറയാം. ഇപ്രാവശ്യം കോൺട്രാക്ട് തരും ലൂക്കയുടെ. ലൂക്കന്റെ തീരുമല്ലേ? ആര് വരും? അത് അവിടെ ഇരുന്നിട്ട് റോസി എണ്ണ എന്തെങ്കിലും വലിക്കും. എന്റെ അനിയന് പ്ലീസ് പ്ലീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാ. മോർബിഡലി എനിക്ക് ലൂക്കാമെറിനെ കാണുമ്പോൾ സത്യത്തിൽ ആരും ഓർമ്മ വരുന്നത് അറിയാം, നമ്മുടെ F1 ലാൻഡ് സ്ട്രോൾ ഇല്ലേ, ആ ഒരു വൈബ് എനിക്ക് കിട്ടും. ഒന്നും നടന്നില്ലെങ്കിൽ VR46 ഹോണ്ട അത്യാവശ്യം നന്നായിട്ട് പെർഫോം, അത്യാവശ്യം അല്ല കിഡുമായിട്ട് പെർഫോം. അടുത്ത മോർബിയിലോട്ട് വരാം. മോർബിന്റെ ക്വാളിഫയേഴ്സ് ഷോ ആണെങ്കിൽ റേസിൽ പുള്ളി വേറെ ലെവലായിരുന്നു. കഴിഞ്ഞ മറ്റേ ആ ഫൈനൽ ലാപ്പ് ബാറ്റിൽ വിത്ത് മാർക്കസ് അടിപൊളി, അത് കിടിലായിരുന്നു. ഫിനിഷ് ആയിരുന്നു. അത് പുള്ളി റബിൾ സ്ട്രിപ്പിൽ കേറിയോണ്ട് ഇങ്ങനെ ആയി വണ്ടി. ആ മാർക്കസ് തല കൊടുത്തില്ല. മാർക്കസ് നീ അവിടെ എന്റെ തേർഡാ മോർബിഡിലി. പക്ഷെ മോർബിഡിലെ കാണുമ്പോൾ എനിക്ക് എങ്ങനെ ഓർമ്മ വരുന്നതെന്ന് അറിയാം, ആ ആക്സിഡന്റിന് ശേഷം മോർബിഡിൽ മറ്റേ ഗജനി പോലെ പോകുന്നതിനിടയ്ക്ക് മറന്നു ഞാനിവിടെ എന്നിട്ട് ക്വാളിഫൈനിടയ്ക്ക് ഇവിടെ ട്രാക്കിൽ നിർത്തും. ആശ വന്ന് ഇങ്ങനെ നോക്കും, നിന്നോടല്ലേടാ പോവാൻ. ഞാൻ പോവാം. അപ്പയുടെ ഓർമ്മ വരുന്നത് എഴുതി കാണിച്ചു കൊടുക്കും പിറ്റ് ബോഡി, നീ മോർബിഡലി, നീയാണ് മോർബിഡലി. 5 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും മറക്കും. അതെ. പിന്നെ ഇത്രയും വേറെ ഒരു കഥനൊക്കെ കയറ്റിയ പാട് പെഡ്രോ 10th എത്ര പെഡ്രോ 6th അല്ലേ ഫിനിഷ്. ടോപ്പ് KTM ആണ് പെഡ്രോ. ബാക്കി ആരെയൊന്നും ഞാൻ കാണുന്നു. ബ്രാഡ് വിൻഡർ താഴെയായി,
വിനേൽസിനെ കണ്ടില്ല. വിനേൽസ് വീണ്ടും മറ്റേ പഴയ വിനേൽസ്. ഞാനിപ്പോൾ ആക്ച്വലി ഒരു 2 റേസ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു വിനേൽസ് മാറി. വിനേൽസ് ഇസ് എ ന്യൂ റൈഡർ എന്നൊക്കെ. വേറൊരു സംഭവം ഉണ്ടായിരുന്നു. വേറെ ഗജനി. മോട്ടോ ജിപിയിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ ബ്രാൻഡിന്റെ പേര് വന്നു ജിപിയിൽ. KTM-ന്റെ കടക്കണിയിൽ രക്ഷിക്കാനായിട്ട് ബജാജ് അവതരിച്ചു. അപ്പം മോട്ടോ ജിപി അവരുടെ ഫ്രണ്ട് എയർ ഇൻടേക്കിന്റെ അവിടെ ബജാജിന്റെ ലോഗോയും ബജാജിന്റെ ഇത് ആദ്യമായിട്ട് ഇപ്പൊ ചെറുതായിട്ട് ശ്രദ്ധിക്കും. പിന്നെ പയ്യെ പയ്യെ നമ്മളിത് ഫുള്ള് റീപ്ലേസ് ചെയ്യും. അതെ, പിന്നെ പിന്നെ ഹമാര ബജാജ്. ഇനിയിപ്പോ പയ്യെ പയ്യെ മോട്ടോ ജിപി ബൈക്ക് കാണാൻ പൾസറിന്റെ ഒക്കെ കിട്ടും. അതല്ല RCV 200 NS. അപ്പം KTM-ന്റെ അവസ്ഥ ശോകം. പെഡ്രോ കുറച്ച് സീനൊക്കെ ആക്കിയെന്നാ കേട്ടെ KTM-ആയിട്ട്. ലൈക്ക് അല്ല, ഇപ്പൊ പ്രശ്നം പെഡ്രോക്ക് 2 അടിയാ. ഒന്ന് ഫെർമിൻ, ഫെർമിൻ നന്നായിട്ട് ഒരേ നാട്ടുകാര്, അവര് തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ രണ്ടാമത് KTM, പുള്ളി മനസ്സും അടുത്ത്. പക്ഷെ പെഡ്രോ വന്നപ്പം ഭയങ്കര ഇതായിരുന്നു. അടുത്ത നെക്സ്റ്റ് ഇപ്പൊ ആ ഒരു ഹൈപ്പ് കിട്ടുന്നില്ല. കമന്ററി മീൻസ് മറ്റേത് കമന്റേറ്റേഴ്സ് ഒന്ന് പറഞ്ഞ് 2 പെഡ്രോ ചുമ്മാ ഇങ്ങനെ കാലൊന്ന് നീട്ടിയാൽ തന്നെ ഓ പെഡ്രോയുടെ കാലുകൊണ്ട് കിട്ടു വൺ റൈഡിങ് എന്നൊക്കെ. ഇപ്പൊ ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലേ, ആ പെഡ്രോ വരുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു സ്കീമായി. പിന്നെ അപ്പം KTM-ന്റെ സീൻ അത്. യമഹ അത്യാവശ്യം അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഹോണ്ട സാർക്കോ മാത്രമേ ഉള്ളൂ, പക്ഷെ ഹോണ്ട റൈറ്റ് ഡയറക്ഷനിൽ തന്നെ സെക്കൻഡ്. പിന്നെ നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചിരുന്ന തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഏപ്രിൽ വരെ ഫസ്റ്റ് സ്പ്രിന്റ് തൊട്ട് ബെസക്കി ആക്ച്വലി വെരി സ്ട്രോങ്. ബെസക്കി 10th ആണ് ക്വാളിഫൈ ചെയ്തത്. പക്ഷെ സ്പ്രിന്റിനകത്ത് നന്നായിട്ട് പുഷ് ചെയ്ത് 4th തോന്നുന്നു സമയം ഉണ്ടായിരുന്നെങ്കിൽ. കാരണം അപ്രിലേക്ക് ഈ ട്രാക്ക് ഇങ്ങനത്തെ ട്രാക്സില്ലേ, ഫാസ്റ്റ് ഫ്ലോയിങ് കോർണേഴ്സ്, ഹാർഡ് ബ്രേക്ക് കുറവുള്ള ട്രാക്സ് ഒക്കെ ഭയങ്കര പെർഫോമൻസാണ്. അലീഷ എസ്പർഗാരോ ഇവിടെ ജയിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, എനിക്കറിയാം. കാരണം റേസ് കഴിഞ്ഞ് ബെസക്കി ഇപ്പൊ നൈസ് സോപ്പിടല ഏപ്രിലിനെ. എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എനിക്ക് ഈ ബൈക്കൊക്കെ മതി. മതി കേട്ടോ, ഇവിടെ പറയാൻ പറ്റും. ആക്ച്വലി നമ്മൾ പഴയ ബെസക്കിനെ കണ്ടു 2023 ശേഷം ആദ്യമായിട്ട് ഒരു റേസ് വിൻ ചെയ്യുന്ന പുള്ളി. പഴയ ബെസക്കി തിരിച്ചു വന്ന പോലെ ആയിരുന്നു. മനസ്സിലായി, ഞാൻ തിരിച്ചെത്തിയോ, ഐ ആം ബാക്ക്. വെരി സർപ്രൈസിങ് വിന്നായിരുന്നു ആക്ച്വലി. മാർട്ടിന് ഒരു ചെറിയ ഇതായി, ഞാനാണോ ഇനി നെഗറ്റിവിറ്റി എന്നൊക്കെ. ഞാനാണോ പ്രശ്നം ആക്ച്വലി. റേസ് മാക്സിമോ റിവോള പറഞ്ഞ ഇതാണ്, അറ്റ്ലീസ്റ്റ് നൗ മാർട്ടിൻ നോസ് വി ഹാവ് എ വിന്നിംഗ് ബൈക്ക് എന്ന്. ഇനി എനിക്ക് പുള്ളി തിരിച്ചു വരുമ്പോൾ ടീമിൽ അറ്റ്മോസ്ഫിയർ എത്താതിരിക്കുക അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും. കാരണം അവർ തമ്മിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ്, ടെൻഷൻസ്, അത് എങ്ങനെയാ അവർ ഇതിനി ഓവർകം ചെയ്യാൻ പോകുന്നതെന്ന് അത് അറിയത്തില്ല. ലൈക്ക് മാർട്ടിന് സ്റ്റബേൺ ആണ്, ഏപ്രിലെ സ്റ്റബേൺ ആണ്. ഇതൊരു ഗ്രേ ഏരിയ ആണ്. കാരണം മാർട്ടിൻ പറഞ്ഞത് എനിക്ക് ഇനി 6 റേസ് വേണം ഇത് ഡിറ്റർമിൻ ചെയ്യാൻ, നല്ലതാണോ. കാരണം അവ ഓടിച്ചിട്ടില്ല. ഏപ്രിലെ പറയുന്ന 6 റേസ് ഇനി തരാൻ പറ്റില്ല, എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പം ഇതിലെ ഫൈനൽ ഡീറ്റെയിൽസോ ഇതിന്റെ ഒന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ ഈ പുറത്തുനിന്ന് ഈ സ്പെക്ടേറ്റേഴ്സ് ആയിട്ടുള്ള മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഇപ്പം എന്താ പറയുക, പൊതുവേ ഇത്രയും നാൾ നമ്മൾ കണ്ടിട്ടുള്ള എപ്രിലിയ എന്ന് പറയുന്ന ബ്രാൻഡ് അവരുടെ എല്ലാ റൈഡേഴ്സിനും ഭയങ്കര സപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അവരുടെ റൈഡേഴ്സിനെ അവർ ഒരിക്കലും തള്ളിപ്പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല. വിന്യാലേസിനെ യമഹേന്ന് സീനാക്കി മിഡ് സീസൺ മാറിയപ്പോൾ പോലും അപ്രിലിയാണ് അവനെ മറ്റേ. അപ്പം എപ്രിലിയ ഇപ്പൊ ഇതിന്റെ ഫൈനൽ ഡീറ്റെയിൽസ് അറിഞ്ഞാലേ എന്താ. പക്ഷെ അതുവരെ ഇതൊരു ഗ്രേ ഏരിയ ആയിട്ടാണ്. കാരണം മാർട്ടിൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു ചാമ്പ്യൻഷിപ്പ് മൈൻഡുള്ള പുള്ളി. സെൽഫിഷ് ആയിരിക്കും ഓഫ് കോഴ്സ്. ഒരു ചാമ്പ്യൻ എല്ലാവരും ഫാബിയോനെ പോലെ ആയിരിക്കില്ല. ഫാബിയോ ചാമ്പ്യൻ ആണ്, പക്ഷേ 12 മില്യൺ യൂറോസ് കൊടുത്തോണ്ടോ മാത്രമായിരിക്കില്ല പുള്ളി അവിടെ നിൽക്കുന്നത്. ബിക്കോസ് റിസൾട്ട്സ് യമഹ കറക്റ്റ് ഡയറക്ഷനിലാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഹീസ് 26 2021 ചാമ്പ്യൻ. അപ്പോൾ അത് എത്ര 4 years ബാക്ക്. അപ്പം 22ാമത്തെ വയസ്സ് തൊട്ട് 4 വർഷം വെറുതെ പോയതുപോലെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം മാർട്ടിന് 27 വയസ്സുണ്ട്. ഓൾമോസ്റ്റ് മോട്ടോ ജി പി റേസേഴ്സിന്റെ മിക്കവരുടെയും ലോങ് സ്റ്റാൻഡിങ് കരിയേഴ്സ് ഉണ്ടായിരുന്ന അലേഷ് എസ്പർഗറോ ഉണ്ട്, റോസി ഉണ്ട്. ലൈക്ക് ചാമ്പ്യൻഷിപ്പ് മെറ്റീരിയൽ പറയുകയാണെങ്കിൽ നമുക്ക് റോസി ഉണ്ട്, വെരി റീസെൻ്റ് ആയിട്ടുള്ളത്. പിന്നെ മാർക്കസ് ഉണ്ട്. ബാക്കി ആരും അത്രയും നാളൊന്നും. കേസി സ്റ്റോണർ ഉണ്ടായിരുന്നു, പക്ഷെ അയാൾ അത്രയൊന്നും നിന്നില്ല. അയാൾ കിഡിലർ റേസർ ആയിരുന്നു. ഇച്ചിരി കൂടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പം റോസിയുടെ ഗോഡ് സ്റ്റാറ്റസ് ഇച്ചിരി ഒരു കൊട്ട തട്ടിയേനെ. കാരണം ആർക്കും ഓടിക്കാൻ പറ്റാത്ത ഒരു ഡുക്കാറ്റി പുള്ളി ഓടിച്ചു.
എന്നിട്ട് റോസി ആ സെയിം ഡുക്കാറ്റി ഓടിക്കാൻ വന്നപ്പം ഒരു റേസ് പോലും ജയിച്ചിട്ടില്ല. അപ്പം എപ്രിലിയ മാർട്ടിൻ അത് വേറെ സെറ്റ് ഓഫ് ഡ്രാമയാണ്, അതൊന്നും പറയാൻ പറ്റില്ല. ആരുടെ ഭാഗത്താ ശരി ആരുടെ ഭാഗത്താ തെറ്റെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പുള്ളി എപ്പോഴും നോക്കുമ്പം പുള്ളിക്ക് ജയിക്കണം, അപ്പം ജയിക്കാൻ പറ്റുന്ന ഒരു ബൈക്ക് വേണം. ആൻഡ് ഇത്രയും ദിവസത്തെ റേസിൽ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ബാഡ് റിസൾട്ട്, ലൈക്ക് നോട്ട് പെർഫോമിങ്. പുള്ളി ഓടിച്ചപ്പം തന്നെ ആ ബൈക്ക് ലൈക്ക് ഇലക്ട്രോണിക്കലി ഓൾസോ വാസ് ഇൻ ദാറ്റ് ഗ്രേറ്റ്. അപ്പം അത് അങ്ങനെയുണ്ട്. എപ്രിലിൽ നോക്കുമ്പോഴത്തേക്കും വി ഗേവ് ഹിം എ ഫാക്ടറി സീറ്റ്, പുള്ളി പറയുന്ന എല്ലാം ചെയ്തു. എന്നിട്ട് അവർ നോക്കുമ്പോഴത്തേക്കും അവരുടെ മെയിൻ റൈഡറിന്റെ ടെസ്റ്റ് ഡേറ്റ് അവരുടെ ഇല്ല, അവർ സെക്കൻഡറി റൈഡേഴ്സിനെ വെച്ചാണ് ടെസ്റ്റ് ഡേറ്റ് എടുക്കുന്നത്. അപ്പം ഇത്രയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ഇതായി. നമുക്ക് ആരുടെയും സൈഡ് അത് അവർ തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലെത്തി അത് സോൾവ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതാവും, രണ്ടുപേരും കുറ്റം പറയാൻ പറ്റില്ല, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള. പിന്നെ മാർട്ടിൻ ഇച്ചിരി അത്യാവശ്യം സ്റ്റബേൺ ആണ്. ലൈക്ക് ഡുക്കാറ്റി ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. ഡുക്കാറ്റി ഫാക്ടറി സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞാണ് പുള്ളി വന്നത്. അതിൻ്റെ ഇടയിൽ അലേഷിന്റെ അടുത്ത് എല്ലാവരും മറ്റേ മാർട്ടിൻ ഹോണ്ടയിലോ പറഞ്ഞിട്ട് അലീഷിനോട് പറഞ്ഞു, താനല്ലോടോ കൊണ്ടുവന്നത്. അലേഷ്, ഞാൻ ആരടുത്ത് ഹോണ്ടയിലൊന്നും വരാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിൽ മാനുഫാക്ചേഴ്സ് തമ്മിലൊരു ഇതുണ്ടായിരുന്നു. ഏപ്രിലിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി, ഓൾറെഡി കോൺട്രാക്റ്റിൽ റൺ ചെയ്യുന്ന റൈഡേഴ്സിനെയൊക്കെ വേറെ മാനുഫാക്ചേഴ്സ് കോൺടാക്ട് ചെയ്യുന്നത് നല്ല സ്വഭാവമല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഉടനെ ഹോണ്ട വേറെ. ഞങ്ങൾ അങ്ങനെ ആരെയും പോയി ചോദിക്കാറൊന്നുമില്ല, പക്ഷെ ഏതെങ്കിലും റൈഡർ ഞങ്ങളടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നും പറയത്തില്ല എന്നുള്ള രീതിയിൽ അവര് ഭയങ്കര കുടുംബശ്രീയാ. മോട്ടോ ജി പി കുടുംബശ്രീ, മോട്ടോ ജി പി കുടുംബശ്രീ, അതാണ് ഇപ്പം. അങ്ങനെയാണ്. അപ്പം മെയിൻ റേസ് ഫസ്റ്റ് വന്നത് അപ്രിലാണ്, മാർക്കോ ബെച്ചയ്ക്ക് വന്ന് ബെസ്റ്റ് റിസൾട്ട് കംഫർട്ടിംഗ് റിസൾട്ട്. പിന്നെ സെക്കൻഡ് സാർക്കോ, മാർക്കസ് എവിടെ നിന്നൊക്കെയോ തപ്പി പിടിച്ച് അവസാനം തേർഡ് കയറി ഫൈനൽ. അത് ഇത്രയും നാളെല്ലാവരും ഡുക്കാറ്റി ജി പി മാർക്കസ് ജി പി. ഇപ്പം ഈ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഡുക്കാറ്റി എവിടെയൊക്കെയാണ് വീക്ക് എന്നൊക്കെ മനസ്സിലായി. ലൈക്ക് അവരുടെ ഫ്രണ്ട് ആൻഡ് ഫീല് പണ്ടത്തെ അത്ര ഇല്ല. മാർക്കസിന് പോലും അത് മനസ്സിലാവും. മാർക്കസ് ഇത്രയും സെറ്റിങ്സ് ഒന്നും വെച്ച് കളിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല, വണ്ടി ഞാൻ ഓടിക്കാം, ആ മൈൻഡാണ്. പക്ഷെ നമ്മള് ഡുക്കാറ്റിയുടെ വീക്ക്നെസ് ഇപ്പം കാണുന്നുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ്. റേസ് ആകുമ്പോൾ എല്ലാം വേണം. ഒരു പോയിന്റിലാണെങ്കിൽ ഡുക്കാറ്റി മീൻസ് ടോപ്പ് പോഡിയം പൊസിഷനിൽ വരത്തില്ലെന്ന് അവർ വിചാരിച്ചായിരുന്നു ഈ റേസിനകത്ത്. അവസാനം മാർക്കസ് വന്നു, മോർബി ഫോർത്ത്. അവർ നല്ല റേസ് ആയിരുന്നു അവർ തമ്മിൽ. It was a very dramatic race, disappointing race as a Fabio fan. Actually fifth ആരാ വന്നേ? ഞാൻ ഫാബിയോ വീണതിന് ശേഷം പിന്നെ കാണാൻ നിന്നില്ല. ഞാൻ കണ്ണടച്ച് സൗണ്ട് കേട്ടത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അടുത്ത ജി പി എവിടാ? അടുത്ത ജി പി ഒ നല്ല ചോദ്യം. അടുത്ത ചോദ്യം അടുത്ത ആഴ്ചയാണോ? അടുത്ത ആഴ്ച ഒന്നുമില്ല. അല്ല, അതിന്റെ സമ്മർ ബ്രേക്ക് എന്നാ അറിയില്ല. അതൊക്കെ കണ്ടു പഠിച്ചിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് ഇതൊന്നും എനിക്ക് ആലോചിക്കാനൊരു ഇതില്ല, കാരണം ഐ വാസ് വെരി ഡിസപ്പോയിന്റഡ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് നിർത്തിയാലോ ഈ എപ്പിസോഡ്? മതി. അപ്പം അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്ത മോട്ടോ ജിപിയുടെ ടൈമിൽ വരാം. അടുത്ത മോട്ടോ ജിപി എന്നാണോ എവിടെയാണോ അതനുസരിച്ച് വരാം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ഒരു ഇന്ന് ദിവസം ഇന്ന് മൺഡേ 26th നമുക്ക് നൈസ് ഒരു ടോപ്പിക്ക് ഇടയ്ക്ക് നമുക്ക് കേസി സ്റ്റോണറിനെയും പഴയ കുറച്ച് ലെജൻസിനെ പറ്റി പറയുന്ന എന്തെങ്കിലും ഒരു വീഡിയോ വല്ലതും ചെയ്താലോ? ഇനി ആൾക്കാർ കീനാണ് ചെയ്യാം. ഓക്കെ, കമൻറ്റ് ചെയ്താൽ മതി താഴെ എന്ത് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണമെന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇവിടെ വരെ ബൈക്സിനെ കുറിച്ചാണെങ്കിലും ജനറൽ ബൈക്സിനെ കുറിച്ച് വേണമെങ്കിലും സംസാരിക്കാം. ട്രാക്ക് ബൈക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ. ഇവിടെ വരെ ആരെങ്കിലും കണ്ടോന്ന് നമുക്ക് അറിയാൻ പറ്റും. ഫുൾ വീഡിയോ ഇതിനകത്ത് കൂടെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ റേസ് ബൈക്സിന്റെ വേണമെങ്കിൽ ഒരു ഇത് ചെയ്യാം. നമ്മുടെ റേസ് ബൈക്സിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞുതരാം. വാക്ക് ത്രൂ തരാം. ഓക്കെ, അപ്പോൾ ശരി. ഓക്കെ, നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, ബൈ. അടുത്ത കട്ട് ചെയ്തു. എനിക്ക് എഴുതേക്കാൻ എൻ്റെ ഫാബിയോ.